ആരെങ്കിലും ഉറച്ച ഒരു മതനിരപേക്ഷവാദി ജമാഅത്തെ ഇസ്ലാമിയുടെ SDPI മുസ്ലിം ലീഗിന്റെ വർഗീയ നിലപാടുകളെ ഒന്ന് വിമർശിച്ചു പോയാൽ അപ്പൊ അത് ഇസ്ലാമിനെതിരാണ് എന്ന് വ്യാഖ്യാനിക്കുന്നു. പണ്ടും ഇങ്ങനെയായിരുന്നു. അപ്പോ ഏതെങ്കിലും ഒരു മതത്തിന്റെ ലേബൽ കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്താൻ ശ്രമിക്കരുത്. കേരളത്തിൽ UDFും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും കൂടുതൽ ഒറ്റപ്പെട്ടു, വെറുക്കപ്പെട്ടവരായി മാറി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദശാബ്ദമായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നു. കേരളം ഉണ്ടായതിനു ശേഷം അങ്ങനെ ഒരു സ്ഥിതി കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. പക്ഷേ മലയാള മനോരമയിൽ വാർത്ത കാണണമെങ്കിൽ പത്രത്തോടൊപ്പം ഒരു ഭൂതക്കണ്ണാടി കൂടി വാങ്ങി നോക്കണം. കയ്യിൽ എപ്പോഴും ഭൂതക്കണ്ണാടി കരുതുന്ന ശീലമില്ലാത്തവരായതുകൊണ്ട് പലരും അത് കണ്ടിട്ടുണ്ടാവില്ല. കേരളത്തിലെ വോട്ടർമാരിൽ നേർപകുതി ആളുകൾ സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തിന് നേരിട്ട് അർഹരായി മാറുന്നു. ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എല്ലാ പത്രങ്ങളിലും കാണില്ല. കേരളത്തിന്റെ മഹത്തായ മുന്നേറ്റങ്ങളെ, കേരളത്തിന്റെ വളർച്ചയെ പരമാവധി മൂടിവെക്കാൻ, ഒളിപ്പിച്ചു വെക്കാൻ, കണ്ടില്ലെന്ന് നടിക്കാൻ മത്സരബുദ്ധിയോടെയാണ് ചില മാധ്യമങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ, സമരചരിത്രത്തിൽ സമാനതകളില്ലാത്ത മനുഷ്യക്കുരുതിയുടെ ഒരു അധ്യായം. നാടിനു വേണ്ടി പൊരുതിയ, ജനാധിപത്യപരമായി പ്രതിഷേധിച്ച 6 വീരയോദ്ധാക്കളെ വെടിവെച്ചു കൊന്ന പോലീസിന്റെ നരനായാട്ട് UDFന്റെ ജനകീയ സമരങ്ങളോടുള്ള സമീപനമാണ് വ്യക്തമാക്കിയത്. കാലമത്ര കടന്നുപോയി. ഇന്നലെ എന്ന പോലെ നമ്മുടെ മനസ്സിൽ കൂത്തുപറമ്പ് വെടിവെപ്പിപ്പോഴും ചൂടുമാറാതെ നിൽക്കുന്നുവെങ്കിലും വർഷങ്ങൾ 31 ഇപ്പോ ഏതെങ്കിലും ഒരു ജനകീയ സമരം നയിക്കാൻ കഴിയുന്ന നിലയിൽ കേരളത്തിൽ UDFന് കരുത്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ജനകീയ സമരം അനിവാര്യമാക്കുന്ന അന്തരീക്ഷവുമില്ല. ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം അത്തരമൊരു സമരത്തിലേക്ക് പോകേണ്ട സ്ഥിതി കേരളത്തിലില്ല. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണ് അധികാരത്തിലുള്ളത്. എന്നാൽ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഏതെങ്കിലും വിവാദങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം നടത്താനുള്ള ശ്രമം കേരളത്തിൽ പ്രതിപക്ഷം നടത്താറുണ്ട്. മിനിറ്റുകൾ മാത്രമേ ആയുസ്സുണ്ടാവാറുള്ളൂ. ഇന്നൊരു സമരം നടത്തിയാൽ ഇന്ന് തന്നെ ആ സമരം മരിക്കും. ജനപിന്തുണയില്ലാതെ പരിഹാസ്യമായി മാറും. പരമാവധി ബലപ്രയോഗത്തിന്റെ സാധ്യതകൾ തേടും. സമരത്തിന്റെ പേരിൽ ഗുണ്ടായിസം നടത്തും. ഗതികെടുമ്പോ പോലീസ് ജലപീരങ്കി പ്രവർത്തിക്കും, കുറച്ച് വെള്ളം ചീറ്റും, അതോടെ കഴിഞ്ഞു, പിരിഞ്ഞു പോകും. എന്നാൽ ആ ജലപീരങ്കി പ്രവർത്തിപ്പിച്ചാൽ എന്തോ വലിയ ബലപ്രയോഗമായി, അന്യായമായി എന്ന നിലയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറ്. ഒരു ലാത്തി പോലും വീശേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. സൗകര്യപൂർവം ഭൂതകാലം മറന്നുപോവുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും. ഭരണഘടനാനുസൃതമായ പ്രതിഷേധ അവകാശം വിനിയോഗിച്ചാൽ, ജനാധിപത്യപരമായി പ്രതിഷേധിച്ചാൽ വെടിവെച്ചു കൊല്ലും എന്ന അനുഭവം താണ്ടി വന്നതാണ് ഈ കേരളം. പക്ഷെ അതെല്ലാം സൗകര്യപൂർവ്വം മറന്നുകളയുകയാണ്. ഏതായാലും കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം കേരളത്തിൽ UDFും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും കൂടുതൽ ഒറ്റപ്പെട്ടു, വെറുക്കപ്പെട്ടവരായി മാറി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദശാബ്ദമായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നു. കേരളം ഉണ്ടായതിനു ശേഷം അങ്ങനെ ഒരു സ്ഥിതി കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഒരു ദശാബ്ദം രാഷ്ട്രീയാധികാരമില്ലാതെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു കോൺഗ്രസിന്. അതിലേക്ക് നയിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നതിൽ കൂത്തുപറമ്പിലെ സമരം ഉൾപ്പെടെ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളും ബഹുജന സംഘടനകളും വർഗപ്രസ്ഥാനങ്ങളും നടത്തിയ സമരങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അനുദിനം ജനങ്ങളുടെ എതിർപ്പിനും വെറുപ്പിനും പാത്രമായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും UDFും എങ്കിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി കേരളം കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചു. നമ്മുടെ രാജ്യത്തിന് വഴികാട്ടുന്ന നാടാണ് കേരളമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. രാജ്യത്തിന് വഴികാട്ടുന്നുവെന്ന് മാത്രമല്ല, ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി കേരളം മാറി. ലോകം മുഴുവൻ അത്ഭുതാദരവോടെയാണ് നമ്മുടെ നാടിനെ, കേരളത്തെ ഇപ്പോൾ കാണുന്നത്.
ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എല്ലാ പത്രങ്ങളിലും കാണില്ല. കേരളത്തിന്റെ മഹത്തായ മുന്നേറ്റങ്ങളെ, കേരളത്തിന്റെ വളർച്ചയെ പരമാവധി മൂടിവെക്കാൻ, ഒളിപ്പിച്ചു വെക്കാൻ, കണ്ടില്ലെന്ന് നടിക്കാൻ മത്സരബുദ്ധിയോടെയാണ് ചില മാധ്യമങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലെ വാർത്ത 2025 ആദ്യത്തെ 6 മാസം 1.25 കോടിയോളം സഞ്ചാരികളാണ് കേരളത്തിലേക്ക് വന്നത്. 1.25 കോടി മനുഷ്യർ കേരളം കാണാൻ വന്നു. കേരളത്തിന് പുറത്തുനിന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങൾ, ലോകത്തിന്റെ പല ഭാഗങ്ങൾ. അതൊരു സർവകാല റെക്കോർഡാണ്. ഒരു മാസം കൂടി കഴിഞ്ഞാൽ 2025 കഴിയും. ഡിസംബർ 31 ആകുമ്പോഴേക്ക് 2025 കേരളം കാണാൻ വന്നവരുടെ എണ്ണം 2.5 കോടിയോളമാകും എന്നാണ് കണക്കാക്കുന്നത്. കേരളം വിസ്മയിപ്പിക്കുന്ന ഒരു നാടായി ലോകത്തിന്റെ മുന്നിൽ നിൽക്കുന്നു. ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ കേരളത്തിലേക്ക് കടന്നു വരുന്നു. കുറച്ചുനാൾ മുൻപ് ലോകപ്രശസ്തമായ ടൈംസ് മാഗസിൻ ഈ ഭൂമിയിലെ ഏതൊരു മനുഷ്യനും തന്റെ ആയുഷ്കാലത്തിനിടയിൽ കണിശമായും സന്ദർശിക്കേണ്ട ലോകത്തിലെ 50 സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയപ്പോൾ അതിലൊന്ന് കേരളമായിരുന്നു. കേരളം വളരുകയാണ്. കേരളത്തിന്റെ യശസ് രാജ്യത്തിന്റെ വെളിയിൽ പരക്കുകയാണ്. പണ്ട് പാലാ നാരായണൻ നായർ എഴുതിയിട്ടുണ്ട്, മഹാകവി, കേരളം വളരുന്ന പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ എന്നാണ്. മറ്റു രാഷ്ട്രങ്ങളിൽ കേരളത്തിന്റെ യശസ്, ആ കവിയുടെ വരികൾ അർത്ഥപൂർണമായി മാറിയത് ഇപ്പോഴാണ്. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങളുടെ നാടായി നമ്മുടെ നാട് മാറി. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പാർട്ടിയുടെ PB അംഗം കൂടിയായ സഖാവ് A. വിജയരാഘവൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത പുറത്തു വന്നു. മലയാളിയുടെ അഭിമാനത്തെ ആകാശത്തോളം ഉയർത്തുന്ന, കേരളത്തിന്റെ വളർച്ചയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി മാറിയ ഒരു നേട്ടം മറ്റൊന്നുമല്ല, ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കേരളം പുറകിലാക്കി എന്നതാണ് വാർത്ത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏത് അമേരിക്ക? ലോക മുതലാളിത്തത്തിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന അമേരിക്ക. മുതലാളിത്ത വളർച്ചയുടെ, സുഖസൗകര്യങ്ങളുടെ, ആഡംബരങ്ങളുടെ അവസാന വാക്കായി കൊട്ടിഘോഷിക്കപ്പെടുന്ന അമേരിക്ക, അമേരിക്കൻ ഐക്യനാടുകൾ. ആ സാക്ഷാൽ അമേരിക്കയെ ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ ഈ കേരളം പുറകിലാക്കി എന്നാണ്. ശിശുമരണ നിരക്കെന്ന് പറഞ്ഞാൽ ആധുനിക കാലത്ത് രാഷ്ട്രങ്ങളുടെയും സമൂഹങ്ങളുടെയും വളർച്ച അളക്കാൻ പ്രധാനമായും മാനദണ്ഡമാക്കുന്ന ഒരു സൂചകം, അതാണ് ശിശുമരണ നിരക്ക്. 1000 കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു കൊല്ലമാകുമ്പോഴേക്ക് ആ കുട്ടികളിൽ എത്ര പേർ മരിക്കുന്നു, അതാണ് ശിശുമരണ നിരക്ക് കണക്കാക്കുന്ന രീതി. ഇന്ത്യയുടെ ശിശുമരണ നിരക്ക് 25 ഇന്ത്യ രാജ്യത്ത് 1000 കുഞ്ഞുങ്ങൾ പിറക്കുമ്പോൾ ഒരു കൊല്ലം തികയുമ്പോഴേക്ക് അതിൽ 25 കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ടാവും എന്നാണ് കണക്ക്. വേദനിപ്പിക്കുന്ന ഒരു കണക്കാണ്. അമേരിക്കയിൽ ശിശുമരണ നിരക്ക് ഏകദേശം 6, 5.6. അതാണ്. പോയ വർഷം കേരളത്തിലെ ശിശുമരണ നിരക്കിന്റെ ആധികാരികമായ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ നമ്മുടേത് 5. അതാണ് വാർത്ത. അമേരിക്കയെ നാം മറികടന്നു. പക്ഷേ മലയാള മനോരമയിൽ വാർത്ത കാണണമെങ്കിൽ പത്രത്തോടൊപ്പം ഒരു ഭൂതക്കണ്ണാടി കൂടി വാങ്ങി നോക്കണം. കയ്യിൽ എപ്പോഴും ഭൂതക്കണ്ണാടി കരുതുന്ന ശീലമില്ലാത്തവരായതുകൊണ്ട് പലരും അത് കണ്ടിട്ടുണ്ടാവില്ല. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് ഏത് പാർട്ടിയിലും പെട്ട മനുഷ്യർ ഒരേ മനസ്സോടെ ഒരു വലിയ ഉത്സവമായി കൊണ്ടാടേണ്ടതല്ലേ ഈ നേട്ടം? നമ്മുടെ നാട്, നമ്മുടെ കൊച്ചു കേരളം ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ അമേരിക്കയെ പിന്തള്ളിയിരിക്കുന്നു. ശിശുമരണ നിരക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് അത് കുറയുക. ശിശുമരണ നിരക്ക് കുറഞ്ഞിരിക്കണമെങ്കിൽ ഒരു കുഞ്ഞു ജനിക്കുമ്പോഴേ ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണം. അതിനെന്തു വേണം? ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് ആരോഗ്യമുണ്ടാവണം, കുഞ്ഞിന്റെ അമ്മയ്ക്ക് ആരോഗ്യമുണ്ടാവും. അതിനെന്തു വേണം? കുഞ്ഞിന്റെ അമ്മ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം, ആവശ്യത്തിന് വിശ്രമിക്കണം. അതിനെന്തു വേണം? അതിനു പറ്റിയ കുടുംബാന്തരീക്ഷം ഉണ്ടാവണം, മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാവണം. ആ ഘട്ടത്തിൽ
അസുഖം എന്തെങ്കിലും വന്നാൽ അടുത്തൊരു ആശുപത്രി ഉണ്ടാവണം. ആശുപത്രിയിൽ ചെന്നാൽ അവിടെ ഡോക്ടർ വേണം, ആവശ്യത്തിന് മരുന്നുണ്ടാവണം, മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ വേണം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് സമീകൃത ആഹാരം. ആദ്യ മാസങ്ങളിൽ അമ്മയുടെ മുലപ്പാലാണ് ഒരു കുഞ്ഞിന്റെ സമീകൃത ആഹാരം. മുലയൂട്ടാൻ തക്കവണ്ണം ആരോഗ്യവതിയായിരിക്കണം അമ്മ. കുഞ്ഞിന് അസുഖം വന്നാലും മേൽപ്പറഞ്ഞതുപോലെ ആശുപത്രിയും ചികിത്സയും എല്ലാം വേണം. അപ്പൊ ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനം, ഡോക്ടർമാർ, ആശുപത്രി, മരുന്നുകൾ, ഭേദപ്പെട്ട വരുമാനമുള്ള കുടുംബാന്തരീക്ഷം, ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ശിശുമരണ നിരക്ക് കുറയുക. അക്കാര്യത്തിലാണ് നമ്മൾ അമേരിക്കയെ കടത്തിവെട്ടിയത്. മാതൃമരണ നിരക്ക്, പ്രതീക്ഷിത ആയുസ് തുടങ്ങിയ മറ്റു മാനദണ്ഡങ്ങളെല്ലാം നോക്കിയാലും നമ്മൾ അമേരിക്കയോടൊപ്പം തൊട്ടുതാഴെ ഒക്കെയായി നിൽക്കുകയാണ്. കേരളത്തിന്റെ മത്സരം അമേരിക്കയോടാണ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടാണ്. എന്നാൽ ഇന്ത്യയുടെ സ്ഥിതിയോ? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2025 അപ്ഡേറ്റ് ചെയ്തപ്പോഴും ആഗോള വിശപ്പ് സൂചിക, ലോകത്തിലെ ഏറ്റവും ഗൗരവതരമായ പട്ടിണിയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ, ലോകാരോഗ്യ സംഘടനയുടെ എല്ലാം നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ഒരു സാർവദേശീയ പട്ടികയാണ് പട്ടിണി സംബന്ധിച്ച്. അതാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ആഗോള വിശപ്പ് സൂചിക. 123 രാജ്യങ്ങളാണ് ആ പട്ടികയിൽ. ഇന്ത്യയുടെ സ്ഥാനം 102. ഇന്ത്യൻ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ത്യ ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നു. അതാണ് വാർത്ത. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായ മനുഷ്യരുടെ റിപ്പബ്ലിക്കായി ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കുകയാണ്. പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന മനുഷ്യരുടെ രാജ്യമാണ് ഇന്നും ഇന്ത്യ. ആ ഇന്ത്യയിലെ തെക്കേയറ്റത്താണ് കേരളം. അതിദാരിദ്ര്യം തുടച്ചു നീക്കി നവംബർ 1 നമ്മൾ പ്രഖ്യാപിച്ചു. അതിന്റെ സാങ്കേതിക വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരളത്തിൽ പട്ടിണിയില്ല, പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനില്ല. നിങ്ങളുടെ അറിവിൽ കേരളത്തിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യർ നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുടെ വാർഡിൽ, അയൽവക്കത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മലയാള മനോരമയിൽ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഒരു മലയാളി പട്ടിണി കിടന്നു മരിച്ചു എന്നൊരു വാർത്ത നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. അതാണ് കേരളം. ആ കേരളം എങ്ങനെ ഇങ്ങനെ രൂപപ്പെട്ടു? അതാണ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഭൂപരിഷ്കരണം, ക്ഷേമ പദ്ധതികൾ, പെൻഷന്റെ വർധനവ്, കൂടുതൽ തൊഴിലവസരങ്ങൾ, കുടുംബശ്രീയുടെ ശാക്തീകരണം, അങ്ങനെ 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 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളുടെ ഈ സമൂഹത്തെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള 100 പദ്ധതികൾ, അതിന്റെ എല്ലാം ആകത്തുകയായി നമ്മുടെ നാട് വികസിച്ചു. നമ്മുടെ നാട് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി. ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മുടെ യശസ്സെത്തി. നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു. ശരാശരി പ്രതീക്ഷിത ആയുസ് അമേരിക്കയുടെ തൊട്ടടുത്തെത്തി. നമ്മളങ്ങനെ വളരുകയാണ്. കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോ ഒടുവിൽ ക്ഷേമ പെൻഷനുകൾ കൂടി വർദ്ധിപ്പിച്ച് 62 ലക്ഷം വരുന്ന മനുഷ്യർക്ക് 2000 രൂപ പ്രതിമാസം വീട്ടിലെത്തിച്ചു കൊടുക്കും. ചരിത്രത്തിൽ ആദ്യമായി വീട്ടമ്മമാരുടെ പെൻഷൻ. ഞാൻ വിശദീകരിക്കുന്നില്ല. 33 ലക്ഷത്തോളം പേർ അതിന് അർഹരാവും എന്നാണ് വായിച്ചത്. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ 7-8 ലക്ഷം വരും. അവർക്ക് ജോലി കിട്ടുന്നത് വരെ പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കാനാണ് ഇപ്പൊ തീരുമാനം. ഇതെല്ലാം കൂടി ചേർന്നാൽ 1 കോടിയിൽ പരം വരും. 62 ലക്ഷം പേർ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. 33 ലക്ഷം വരുന്ന വീട്ടമ്മമാർ, 7-8 ലക്ഷം ചെറുപ്പക്കാർ, എല്ലാം കൂടി ചേരുമ്പോ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും പ്രതിമാസം നേരിട്ട് ധനസഹായം കൈപ്പറ്റുന്ന 1 കോടിയിൽ പരം മനുഷ്യർ ഈ കേരളത്തിൽ. 18 വയസ്സുള്ള വോട്ടർമാരുടെ എണ്ണം എടുത്താൽ ഏതാണ്ട് നേർപകുതി പേർ, കേരളത്തിലെ വോട്ടർമാരിൽ നേർപകുതി ആളുകൾ സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തിന് നേരിട്ട് അർഹരായി മാറുന്നു. കൂത്തുപറമ്പ് ടൗണിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ കാണുന്ന 2 വോട്ടർമാരിൽ ഒരാൾ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം കിട്ടുന്ന ആളായിരിക്കും എന്ന് ചുരുക്കം. ലോകത്തിൽ മറ്റെവിടെയും ഇങ്ങനെയില്ല. ഇങ്ങനെ ഒരു നാടായി നമ്മുടെ നാട് മാറി. അപ്പൊ പ്രതിപക്ഷം കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ
കനകോലുവിന്റെ കൂലിപ്പണിക്കാരായ കുറച്ചാളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം തെറി പറയുന്നതൊഴിച്ചാൽ മറ്റാരുടെയും പിന്തുണ കിട്ടില്ല എന്ന നിലയാണ് പ്രതിപക്ഷത്തിന് പോകുന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈവിട്ടുപോയ രാഷ്ട്രീയാധികാരം തിരിച്ചു പിടിക്കാൻ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ മാർഗങ്ങളിലൂടെയാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളുമായി ചേർന്ന് നിൽക്കുക, എല്ലാ വർഗീയവാദികളുമായി സന്ധി ചെയ്യുക. ജമാഅത്തെ ഇസ്ലാമി UDF-ലെ ഒരു ഘടകകക്ഷിയെ പോലെയായി. ചിലർ പറയുന്ന ഘടകകക്ഷി ആയി എന്നാണ്, അസോസിയേറ്റ് ഘടകകക്ഷി ആയി എന്ന് പറയുന്നു. നമുക്കറിഞ്ഞുകൂടാ. ആയ പോലെയാണ് പ്രവർത്തനം. കേരളീയ സമൂഹത്തെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കമാണ്. അപകടത്തിന്റെ വാർത്ത പത്രത്തിൽ വന്നാൽ പോലും, ഒരു വാഹനാപകടത്തിൽ ആളുകൾ മരണപ്പെട്ട വാർത്ത പത്രത്തിൽ വന്നാൽ പോലും മരിച്ചവന്റെ മതം തിരഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന ഹീനജന്മങ്ങളായി ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിൽ നിൽക്കുകയാണ്. RSSന്റെ മതരാഷ്ട്രവാദത്തിന്റെ കാർബൺ കോപ്പിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം. ചരിത്രത്തിലുടനീളം അതങ്ങനെയാണ്. ഇന്ത്യ വിഭജനത്തിന്റെ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ മൗലാന മൗദൂദി RSSന്റെ മതരാഷ്ട്രവാദത്തെ പിന്തുണച്ചയാളാണ്. പാകിസ്ഥാൻ മതരാഷ്ട്രമാകുന്നു, ഇന്ത്യയും മതരാഷ്ട്രമായി കൊള്ളട്ടെ എന്നായിരുന്നു നിലപാട്. വാഗ്ദത്ത ഭൂമി എന്ന പ്രതീതി പരത്തിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് മൗദൂദി പോയി. RSSന്റെ മതരാഷ്ട്രവാദത്തെ തരിമ്പും എതിർത്തിട്ടില്ല. മതരാഷ്ട്രവാദമാണ് RSS ഉയർത്തിപ്പിടിക്കുന്നത്, മതരാഷ്ട്രവാദമാണ് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്നത്. രണ്ടു കൂട്ടരും സമൂഹത്തെ വർഗീയവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ കുറച്ച് കൂടുതൽ RSSനെതിരായി പ്രസംഗിക്കും. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഇന്ത്യയിൽ രാഷ്ട്രീയാധികാരത്തിലെത്തിയ കുറെ കൂടി ശക്തി പ്രാപിച്ച വർഗീയതയാണ് RSSന്റെ വർഗീയത. അതുകൊണ്ട് അതിനെ കൂടുതൽ ശക്തമായി എതിർക്കും. അതിന്റെ അർത്ഥം ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതയുടെ അപകടത്തെ കാണുന്നില്ല എന്നല്ല. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസുമായി ചേർന്ന് കേരളീയ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ കഠിന പരിശ്രമം നടത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാലോ മുസ്ലിം ലീഗിനെ വിമർശിച്ചാലോ അത് ഇസ്ലാമിനെതിരാണെന്ന് വ്യാഖ്യാനിക്കുകയാണ്. അതാണ് പുതിയ വ്യാഖ്യാനം. പുതിയതല്ല, പഴയ വ്യാഖ്യാനം ഇപ്പോഴും കൊണ്ടുവരുന്നു. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി മാറി. മുസ്ലിം ലീഗിന്റെ നയം തീരുമാനിക്കുന്നത് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഒരു പടി കൂടി കടന്ന് UDF-ന്റെ തന്നെ അജണ്ടകൾ തീരുമാനിക്കുന്ന ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഉറച്ച ഒരു മതനിരപേക്ഷവാദി ജമാഅത്തെ ഇസ്ലാമിയുടെ SDPI-യുടെ മുസ്ലിം ലീഗിന്റെ വർഗീയ നിലപാടുകളെ ഒന്ന് വിമർശിച്ചു പോയാൽ അപ്പൊ അത് ഇസ്ലാമിനെതിരാണ് എന്ന് വ്യാഖ്യാനിക്കുന്നു. പണ്ടും ഇങ്ങനെയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ പ്രസംഗിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നു, എന്റെ പ്രദേശത്തെ മുസ്ലിം സഹോദരങ്ങൾ എന്നോട് വലിയ അതിർത്തി പ്രകടിപ്പിക്കുന്നവരാണ്. അക്കാര്യത്തിൽ എനിക്ക് വേദനയുണ്ട്. തീവണ്ടിയിലും മറ്റും യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ അവരുമായി സംസാരിക്കാറുണ്ട്. അവർ പറയുന്നു, ഞാൻ മുസ്ലിങ്ങൾക്കൊപ്പമല്ല, പക്ഷെ ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും മുസ്ലിങ്ങൾക്കൊപ്പമാണ്, ഒരു നിമിഷം പോലും മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. അപ്പൊ അവർ പറയുന്നു, നിങ്ങൾ മുസ്ലിം ലീഗിനൊപ്പമല്ലല്ലോ എന്ന്. ഞാൻ അവരോട് പറയുന്നു, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ പ്രസംഗിച്ചതാണ്. ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കുക, അടിച്ചമർത്തപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംഘപരിവാർ വർഗീയതയെ പ്രതിരോധിച്ചുകൊണ്ട് ഈ നാടിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് വേട്ടയാടപ്പെടുന്നവരോടൊപ്പം നിൽക്കുക എന്നു തന്നെയാണ്. അതല്ലാതെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇസ്ലാമിനെ ഒരു മറയായി സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയോടോ SDPI-യോടോ മുസ്ലിം ലീഗിനോടോ അനുഭാവം പ്രകടിപ്പിക്കുക എന്നല്ല. ഞങ്ങൾ എല്ലാ വർഗീയതയെയും എതിർക്കും. രാജ്യത്തിന്റെ അധികാരത്തിലെത്തിയ സംഘപരിവാർ വർഗീയതയെ, RSSന്റെ ഹൈന്ദവ വർഗീയതയെ
അതിശക്തമായി ഞങ്ങൾ എതിർക്കും. RSSന്റെ പ്രവർത്തനങ്ങൾക്ക്, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന് ഈ കേരളത്തിന്റെ മണ്ണിൽ സാധൂകരണം ഉണ്ടാക്കി കൊടുക്കും വിധം വർഗീയതയുടെ സംഘടനാ രൂപമായി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പല വകഭേദങ്ങളെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുന്നിൽ കീഴടങ്ങിപ്പോയ മുസ്ലിം ലീഗിനെ എല്ലാം കേരളത്തിന്റെ ഭാവിയെ കരുതി എതിർക്കും, തുറന്നു കാണിക്കും. സമൂഹത്തെ വർഗീയവൽക്കരിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കുമെതിരെ ജീവൻ കൊടുത്തും അതിശക്തമായ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷം മുൻപോട്ട് പോകും. DYFI മുൻപോട്ട് പോകും. ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വമാകെ മുൻപോട്ട് പോകും, ഒരു സംശയവും വേണ്ട. അപ്പോ ഏതെങ്കിലും ഒരു മതത്തിന്റെ ലേബൽ കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്താൻ ശ്രമിക്കരുത്. നമുക്ക് മലയാളികൾക്ക് ഉത്തരേന്ത്യയിലെ പോലെ വിഭജിതമായ ഒരു സമൂഹമായി ഈ നാട് മാറില്ല എന്ന് ഉറപ്പാക്കണം. ഏതു മതത്തിൽപ്പെട്ടവർക്കും സമാധാനമായി അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഈ കേരളത്തിൽ സുരക്ഷിതമായിരിക്കണം. അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന, കൈവിട്ടുപോയ രാഷ്ട്രീയ അധികാരം തിരിച്ചുപിടിക്കാൻ മതനിരപേക്ഷവാദിയായ സകല മനുഷ്യരെയും വർഗീയവാദികളാക്കി മാറ്റി ആ വർഗീയതയുടെ പിന്തുണയോടെ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന UDFന്റെ ഹീന രാഷ്ട്രീയത്തെ തിരിച്ചറിയണം. അത്തരം ശക്തികളെ ഒറ്റപ്പെടുത്താനും നമുക്കാവണം. അതിന് കൂത്തുപറമ്പിലെ രക്തസാക്ഷികളുടെ ഓർമ്മ ഊർജമായി മാറും, ആവേശമായി തീരും എന്ന കാര്യത്തിൽ സംശയവുമില്ല. സ്വന്തം ജീവിതം ബലിയർപ്പിച്ച് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചവരാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ. അനശ്വരനായ കൂത്തുപറമ്പ് രക്തസാക്ഷി സഖാവ് KV റോഷന്റെ മാതാവ് ഈ വേദിയിൽ നമ്മോടൊപ്പമുണ്ട്. പുഷ്പന്റെ സഹോദരൻ നമ്മോടൊപ്പമുണ്ട്. സമീപകാലത്ത് രക്തസാക്ഷിത്വം വരിച്ച പ്രിയപ്പെട്ട SFIയുടെ നേതാവ് ധീരജ് രാജേന്ദ്രന്റെ പിതാവ് സഖാവ് രാജേന്ദ്രൻ ഇവിടെ നമ്മോടൊപ്പമുണ്ട്. ധീര രക്തസാക്ഷികൾക്ക് ജന്മം നൽകിയ കൂടപ്പിറപ്പായ എല്ലാ രക്തസാക്ഷി കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് അനശ്വരരായ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.